നമ്മുടെ ദുഃഖങ്ങളിൽ പകുതിയും തെറ്റായ ആളുകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ബാക്കി പകുതി നല്ല ആളുകളിൽ തെറ്റായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെയും. മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും അവരവർ തന്നെ അറിഞ്ഞോ അറിയാതെയോ വരുത്തി വെക്കുന്നതാണ്. ആകസ്മികമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കൈക്കൊള്ളുന്ന ചിന്തകളും തീരുമാനങ്ങളും പ്രവൃത്തികളും എന്താണോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനവും എന്നറിയാമല്ലോ. സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരാറുണ്ട്. ആരാണ് നല്ലവർ, ആരാണ് തെറ്റായ മനുഷ്യർ, ചീത്ത മനുഷ്യർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അവരുമായി ഇടപഴകേണ്ടി വരുമ്പോഴാണ്. ആളുകളുടെ പുറമോടി കണ്ട് അവരുടെ സ്വഭാവത്തെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് വിശേഷിച്ചും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരും തന്നെ നേരിടുന്നില്ലെന്ന് കാണാം. രാജ്യം എല്ലാ മേഖലകളിലൊക്കെ പുരോഗതി പ്രാപിക്കുമ്പോൾ ജനങ്ങളും അതനുസരിച്ച് വളരുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും തൊഴിലാളികളായി അന്യസംസ്ഥാനക്കാരെ കാണാം. ഇത്രയും തൊഴിൽ സാധ്യതകൾ ഉണ്ടായിട്ട് നമ്മുടെ ആളുകൾ എന്തുകൊണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നത് നമ്മളെ അതിശയിപ്പിക്കാറില്ലേ? പറഞ്ഞു വരുന്നത് പലരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉള്ളതാണ്. അന്യരെ ആശ്രയിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, മറ്റുള്ളവർ സഹായിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് തെറ്റായ താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ ഒക്കെ ഉള്ള മനുഷ്യരിലാണെങ്കിലോ ഇത്തരം ആളുകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ നിരാശരാക്കും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നെ അവർക്ക് കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ നിയന്ത്രിക്കാനാവാത്ത സങ്കടം ഉണ്ടാകും. അതേസമയം നല്ല മനുഷ്യർ നമ്മുടെ സമീപത്തുണ്ട്. സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ടുള്ള ഇത്തരം ആളുകൾ മറ്റുള്ളവർക്ക് അഹിതമായി ഒന്നും പ്രവർത്തിക്കാറില്ല. ഇത്തരം ആളുകളുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പല മനുഷ്യരും കണ്ടുപിടിക്കാറുണ്ട്. അനാവശ്യമായ ഇത്തരം പ്രവണതകൾ സജ്ജനങ്ങളൊക്കെ വേദനിപ്പിക്കാറുണ്ട്. നമ്മൾ അവരുടെ കൊച്ചു കൊച്ചു വീഴ്ചകൾ കണ്ടെത്തി എന്നറിഞ്ഞാൽ അവർക്ക് നമ്മളോട് നീരസം തോന്നാം. അവരുടെ നീരസം നമുക്ക് സങ്കടം ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ശുഭദിനം.